കണ്ണൂർ കീഴ്മാടം തൂവക്കുന്ന് റോഡ് നവീകരണം പാതി വഴി നിലച്ചതോടെ കല്ലിക്കണ്ടി മുതൽ കടവത്തൂർ വരെയുള്ള യാത്രാ ദുരിതം രൂക്ഷമാവുകയാണ്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ടൗണിൽ വൻ ഗതാഗത കുരുക്കിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയേറി. പ്രവൃത്തിയിലെ മെല്ലെ പോക്കിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. തുടക്കത്തിൽ വൻ വാഗ്ദാനങ്ങൾ നൽകി ആരംഭിച്ച കീഴ്മാടം തൂവക്കുന്ന് റോഡ് നവീകരണമാണ് ഇപ്പോൾ നാട്ടുകാർക്ക് വിനയായിരിക്കുന്നത്. കല്ലിക്കണ്ടി മുതൽ കടവത്തൂർ വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്ത് കാൽനടയാത്ര പോലും അസാധ്യമായ അവസ്ഥയാണ്. മഴയ്ക്ക് മുൻപ് റോഡ് ഉയർത്തി മെറ്റൽ നിരത്തുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പെങ്കിലും നിലവിൽ കല്ലിക്കണ്ടി മുതൽ 3 കിലോമീറ്റർ മാത്രമാണ് മെറ്റലിട്ടത്. ശേഷിക്കുന്ന ഭാഗത്തെ നിർമ്മാണം ഇഴയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതാണ് പണി വൈകാൻ കാരണമായി അധികൃതർ പറയുന്നത്. എന്നാൽ ആദ്യത്തെ ഒറ്റ മഴയിൽ തന്നെ റോഡ് ചെളിക്കുളമായി മാറിയതോടെ ജനങ്ങൾ ദുരിതത്തിലായി. കടവത്തൂർ അയ്യന ഭാഗത്തുകൂടി ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. ആ മഴയത്തെല്ലാം വെള്ളം കെട്ടി കിടക്കും. മഴയത്ത് ഈ ഇടയ്ക്ക് കൂടി വരുന്ന വെള്ളം എല്ലാം റോഡിലാണ് വരുന്നത്. അതിനൊരു വഴി ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു കൊല്ലത്തിൻ്റെ മേലെയായി ഇത് തുടങ്ങിയിട്ട് എന്നും ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. സ്ഥലം MLA-യും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇതിനെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് നാട്ടുകാർക്കും അതേപോലെ തന്നെ ഇവിടെയുള്ള കച്ചവടക്കാരായാലും മറ്റെല്ലാ വിഭാഗ ആളുകളും ആവശ്യപ്പെടുന്നത്. കടവത്തൂർ ടൗണിൽ കൂടി ഇപ്പോൾ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കടവത്തൂർ മുതൽ കണ്ടപ്പറമ്പ് വരെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ റോഡ് ഉള്ളത്. പെട്ടെന്ന് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ എമർജൻസി ആയിട്ട് റോഡ് ഉയർത്തി ലെവലാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറയാനുള്ളത്. ഈ റോഡ് കുറേ വർഷമായിട്ട് പണി നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞു. പക്ഷേ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഈ വഴിയെടുത്തത്. ബുദ്ധിമുട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മഴയും കൂടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് തന്നെ പരിപാടികൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. റോഡ് പണി മാത്രമല്ല, കടവത്തൂർ ടൗൺ ജംഗ്ഷനിലെയും പാലത്തായി റോഡിലെയും ഓവുചാൽ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല. ടൗണിലെയും കുറുങ്ങാട്ടെയും മഴവെള്ളം ചാലുകളിലൂടെ എലിത്തോട് പുഴയിലേക്ക് വിടാനായിരുന്നു പദ്ധതിയെങ്കിലും ചാലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ലാത്തത് വലിയ തിരിച്ചടിയാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ പാലത്തായി റോഡിലെ കൊല്ലയ്ക്കൽ, മലയിൻകുന്ന് ഭാഗത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാകും. അതേസമയം കടവത്തൂർ ടൗണിലെ CPIM ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റാൻ തയ്യാറാകാത്തതാണ് ജംഗ്ഷനിലെ പ്രവൃത്തി വൈകാൻ കാരണമെന്ന ആക്ഷേപവും ശക്തമാണ്. ഇതിനെതിരെ UDF പ്രവർത്തകർ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കാലവർഷം കനക്കും മുൻപ് ബസ് സർവീസുകളും മറ്റു വാഹന ഗതാഗതവും തടസ്സപ്പെടാതിരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.